ലോങ് വീഡിയോ കണ്ടാണല്ലോ കാപ്പൊക്കെ പൂജിച്ച് നമ്മൾ ഇട്ടതുമൊക്കെ. ഇനിയിപ്പം ഇവരിന്ന് രണ്ടുപേരെയും കിടത്തി ഉറക്കിയതിന് ശേഷം എനിക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാനുള്ളത്. 17 AC ഇട്ടേക്കുന്നത്, എന്നാലും രണ്ടും ചൂടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ലുലുന്ന് വാങ്ങിയ കുറേ ഫ്രോക്കുകളാണ്. ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. എല്ലാം 2000 അബോവ്. ഭയങ്കര വിലയാണ്. പക്ഷേ കൊള്ളാം, ഭംഗിയുണ്ട്. പക്ഷേ എന്താ പറയുക, ഭയങ്കര വെരി 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 എക്സ്പെൻസീവ് എന്ന് പറയണം. അതൊക്കെ കുറേ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാൻ ഇഷ്ടമുള്ള പേരൻസിനും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി വേണം. അങ്ങനെ എന്തായാലും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി തമിഴ്നാടാണല്ലോ, നമ്മുടെ നാട് വിട്ടങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വേറൊരു ഫീല്. പഴനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അമ്പലമായിരുന്നു. മിക്കപ്പോഴും ഞാൻ വരാറും തൊഴാറും ഒക്കെ ഉണ്ട്. മുരുകൻ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗോഡ്. അങ്ങനെ നമ്മൾ ആദ്യം വന്ന അമ്പലം, ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും എനിക്ക് പിന്നെ മുല്ലപ്പൂ വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ എൻ്റെ മുടിയിലൊക്കെ കുരുങ്ങി എടുക്കുന്നൊരു ഇതാകുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായെങ്കിലും അവരെനിക്ക് പൂവൊക്കെ വെച്ച് തന്നു. എന്നെ കണ്ടപ്പോൾ ഒരു മുസ്ലിം ലുക്കല്ലേ, പൊട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ തലവേദനയായിരുന്നു. ഈ അമ്പലത്തിൻ്റെ പേര് ഞാനിവിടെ ബോർഡിലൊക്കെ നോക്കി, പക്ഷേ ഞാൻ കണ്ടില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഈ വീഡിയോസ് ഇടാൻ കുറച്ചുകൂടെ ലേറ്റ് ആവുന്ന കാരണം ഇതൊക്കെ മറന്നു പോകുന്നത്. ഇവിടെ അകത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ല. നമ്മൾ വന്നു, തൊഴാൻ നേരം സനു ഉണ്ടായിരുന്നു. സനുവ നമുക്ക് കാർ ഓടിക്കാൻ സനുവ കൂടെ വന്നത്. അപ്പോൾ അത് കാരണം സനുവിൻ്റെ കയ്യിൽ ഫോണും പേഴ്സും എല്ലാം കൊടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. ഇനി നമ്മൾ നേരെ പഴനിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്ന വഴിക്ക് എപ്പോഴും നമുക്ക് മറ്റേ ഈ വിൻഡ് മില്ല് കാണാനും അതൊക്കെയാണല്ലോ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത. നാട്ടിൽ നമുക്കങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പിന്നെ റോഡ് സൈഡിലൊക്കെ ഉള്ള ഈ പേരയ്ക്ക അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അതൊക്കെ വഴിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. എനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിൽ വരുമ്പോൾ പേരയ്ക്കയാണ് എൻ്റെ ഫേവറേറ്റ് തിങ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി. ഇത് നമ്മൾ ഓൾറെഡി എനിക്കൊന്ന് 1 month ഒന്നുമില്ല, നമ്മൾ ഒരു 1 week മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ ഡിവൈൻ ഫോർട്ട് എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇത് അമ്പലം, നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് വ്യൂ ഉണ്ട്. മറ്റേ റോപ്പ് ട്രെയിനില്ല, എന്താണ് പറയുന്നത്, അത് പോകുന്നതൊക്കെ കാണാം. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ, വെരി ക്ലോസ്. ഒത്തിരി നടക്കണ്ട. അമ്മയ്ക്കൊക്കെ കാലുവേദനയൊക്കെ ഉള്ള കാരണം നമുക്ക് നടന്നു പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കൺമണിയുണ്ട്, പിന്നെ വെയിൽ, ഇപ്പോഴത്തെ ചൂട് ഒരു രക്ഷയില്ല. പിന്നെ എന്തായാലും പഴനി പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, കാരണം ഫോൺ റൂമിൽ വെച്ചിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ഫോണൊന്നും അലൗഡ് അല്ലാതെ എല്ലാവർക്കും അറിയാം. മിക്ക അമ്പലങ്ങളിലും, ചില അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ അത് അലൗ ചെയ്യുന്നത്. മിക്ക അമ്പലങ്ങളിലും ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ മോനും കൂടെ ഇറങ്ങി റൂമിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി. നല്ല രസമുണ്ട്. അതിൻ്റെ ഡോറൊക്കെ ചെയ്തേക്കുന്നതാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ വുഡൻ കളറും ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അങ്ങനെ ഞാനും മോനും കൂടെ പുറത്തിറങ്ങിയിട്ട് പുറത്തൊക്കെ ഉള്ളതെല്ലാം ഒന്ന് കണ്ടു. പിന്നെ ഇതായിരുന്നു നമ്മുടെ റൂം. നമ്മളിങ്ങനെ, ഇതാണ് സനുവിൻ്റെ അടുത്ത് കൺമണി. പിന്നെ എല്ലാവരുടെ അടുത്ത് നാട്ടിൽ വന്നതിന് ശേഷം എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ പൊക്കോളും. അപ്പോൾ അച്ഛൻ TV കാണുന്നുണ്ട്. ഞാൻ നടന്നിങ്ങനെ ഹോം ടൂർ പോലെ വീഡിയോ എടുക്കലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എല്ലാവരും പഴനി പോകാനായിട്ട് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചുരിദാർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. നല്ല രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ പാൻറ്റും ഷോളും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഫിറ്റൊക്കെ ആയിരുന്നു. ഞാൻ ഈ റൂമെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഈവനിങ് ടൈമിൽ ഒന്ന് വീഡിയോ എടുത്താൽ. ഇത് നമ്മൾ പോയി വന്നതിന് ശേഷം ഉള്ളതാണ് കേട്ടോ, കാരണം നമുക്ക് വേറെ അല്ലാതെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നു. കാർത്തിക്കുട്ടൻ KFC വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ ഞാൻ ഊബർ ഈറ്റ്സ് ആണോ നാട്ടിലെന്താ ഉള്ള, സ്വിഗ്ഗി ആണെന്ന് തോന്നുന്നു, സ്വിഗ്ഗിയിൽ നമ്മളത് ഓർഡർ ചെയ്തു. മോൻ ഭയങ്കര ഹാപ്പി, കാരണം ഇവിടെ വന്ന് നോയമ്പൊക്കെ ആയിരുന്നല്ലോ, അതൊക്കെ കഴിച്ച് അവന് മതിയായിട്ട്. പിള്ളേർ മാത്രമല്ല, ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും ഈ എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ, ഭക്ഷണം കഴിച്ചൊരു ഫീലുള്ളൂ. എനിക്ക് വെജ് മാത്രമായിട്ട് കഴിക്കാനൊന്നും ഇഷ്ടമേ അല്ല. അപ്പോൾ പിന്നെ പിള്ളേരെ പറയണോ. അങ്ങനെ പിന്നെ അവൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലും ഞാനങ്ങനെ നോ പറയാറില്ല, കാരണം അങ്ങനെ വെറുതെ ഒന്നും വേണമെന്ന് പറയാറില്ല. എന്തായാലും അവന് KFC കിട്ടി, അവൻ ഹാപ്പി. കിട്ടിയപ്പം ഞാനും ഹാപ്പി, എനിക്കും കഴിക്കാമല്ലോ. പിന്നെ കൺമണിയും ഇതെല്ലാം കഴിച്ചോളും. അമ്മയ്ക്കും ഇത് മതിയെന്ന് പറഞ്ഞു. അച്ഛനും സനു മാത്രം പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവർ പുറത്ത് പോയി കഴിച്ചു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബെഡിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ ഇന്നിപ്പം പഴനിയിൽ നിന്ന് പോവാണ്. ഈ ഡ്രസ്സ് ഞാനും കൺമണിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ആ റോപ്പ്, ഇത് പോകുന്ന കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കം ടു ദ പോയിന്റ്. ഈ ഡ്രസ്സെന്ന് പറയുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ.
നമുക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളുണ്ടാവില്ലേ, ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എന്തൊക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു അതൊക്കെ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. കൺമണിയെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. എനിക്കൊരു പെൺകുട്ടി, ഭയങ്കര മിക്ക ആൺകുട്ടികളുള്ള അമ്മമാരുടെ ആഗ്രഹമാണ് പെൺകുട്ടി വേണം, ഇങ്ങനെ ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് നടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഒരുക്കിക്കൊണ്ട് നടക്കുക, പിന്നെ നല്ല ഭംഗിയുള്ള ഷൂസ് ഇടുക, ഭംഗിയുള്ള എന്താ പറയുക ആക്സസറീസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് ദൈവം നടത്തി തന്നതിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി. ബുഫേ ആയിരുന്നു. അപ്പോൾ ഉഴുന്ന് വട കാത്തിമോൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ കുറേ ഫ്രൂട്ട്സും അതും ഇതൊക്കെ കഴിച്ചു. എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ ഹെവി ആയിട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ്. ഞാനപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, എൻ്റെ പാത്രത്തിൽ പേരക്കയോ അല്ലെങ്കിൽ എന്താ പറയുക വാട്ടർ മെലനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കൺമണിക്ക് കുറച്ച് ഞാൻ എന്തോ പാക്ക് ചെയ്തെടുത്തു. അവൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമുക്ക് അവർ കീ ഒരെണ്ണം നമ്മുടെ ഇന്ന് മിസ്സായിരുന്നു. മിസ്സായതിൽ നമ്മൾ മുകളിൽ ആറേ കൈ കൊടുത്തു, അത് ആരാന്ന് നമ്മൾ മറന്നുപോയി. അപ്പോൾ അങ്ങനെ 2 കീ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് കേട്ടോ. കൺമണി ഭയങ്കര വാശിക്കാരിയാണ്. ഇങ്ങനെ കണ്ടില്ല, ആ ഗണപതിയുടെ അടുത്തിരിക്കുന്ന ആ സാമ്പ്രാണി തിരികെ തൊടാൻ സമ്മതിക്കാൻ എൻ്റെ ബഹളമായിരുന്നു ആ കണ്ടത്, പറയണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാഗിൽ നിന്നെല്ലാം റൂമിൽ നിന്ന് നമ്മളെല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. അച്ഛനും സനവും കൂടെ ഒന്നും കൂടെ ഒക്കെ മേക്ക് ഷുവർ ചെയ്യാൻ പോയി, എല്ലാം എടുത്തല്ലോ എന്നൊക്കെ ഉള്ളത് നോക്കാൻ. കാരണം എന്തെങ്കിലും മിസ് ചെയ്താൽ പിന്നെ തിരിച്ചു വരല്ലോ, ഒന്നും നടക്കില്ലല്ലോ. അതുകൊണ്ടൊക്കെ എല്ലാം നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കി ഇറങ്ങാനുള്ള ടൈമായി. അച്ഛൻ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കീ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ നമുക്ക് ഒരു അരവണ പായസവും അതുപോലെ തന്നെ കണ്ടില്ലേ, അതും ഇവരുടെ കമ്പനിയുടെ പേരിലുള്ളത്, ഡിവൈൻ ഫോർട്ടിൻ്റെ പേരിലുള്ള ഒരു ഇതും പിന്നെ കുങ്കുമവും പ്രസാദവും ഒക്കെ തന്നു. വളരെ നല്ല സർവീസായിരുന്നു. പിന്നെ അമ്പലം വിസിറ്റ് വളരെ അടിപൊളിയായിരുന്നു. കൺമണിക്കുട്ടിയെ സ്വർണ്ണത്തൊട്ടിലൊക്കെ കിടത്തി പറഞ്ഞ് നേർച്ചയൊക്കെ നടത്തിയതിൻ്റെ സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും ഞാനും ഒക്കെ. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ.